Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് ഒരു പുതിയ ചാപ്റ്ററോട് കൂടിയാണ്. ചാപ്റ്റർ 9 എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് എൻവയോൺമെന്റ്, എന്താണ് പരിസ്ഥിതി. നിങ്ങൾക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ? എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. എൻവയോൺമെന്റ് ഈസ് ദി ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് ദാറ്റ് അവർ പ്ലാനറ്റ് ഹാസ്. Some expert defines environment as a planetary inheritance. Environment includes all global biotic and abiotic factors. എന്താണ് പരിസ്ഥിതി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭൂമിയിലെ എല്ലാ വിഭവങ്ങളുടെയും സഞ്ചയത്തെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഭൂമിയിലെ എല്ലാ വിഭവങ്ങളുടെയും കൂട്ടത്തെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ചില വിദഗ്ധര് പരിസ്ഥിതിയെ ഭൂഗോള പൈതൃകം എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. ചില വിദഗ്ധന്മാര് പരിസ്ഥിതിയെ ഭൂഗോള പൈതൃകം, പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. ഭൂമിയിലെ ജൈവവും അജൈവവുമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടതാണ് പരിസ്ഥിതി. എൻവയോൺമെന്റ് ഇൻക്ലൂഡ്സ് ഓൾ ഗ്ലോബൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജൈവ ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള സകലതും ഉൾപ്പെടും. ജീവനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ജൈവ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ്, ജലം, അതുപോലെ തന്നെ വായു തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു. അതായത് ജൈവവും അജൈവവുമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടതാണ് എൻവയോൺമെന്റ് അഥവാ പരിസ്ഥിതി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. ദി എൻവയോൺമെന്റ് ഫങ്ഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4. They are supplies resources, assimilates wastes, sustains life, provides aesthetic services. അപ്പോൾ നമ്മള് പരിസ്ഥിതിയുടെ ധർമ്മങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ ധർമ്മമാണ് സപ്ലൈസ് റിസോഴ്സസ്, വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഒന്നാമത്തെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിയുടെ വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിമിലേറ്റ്സ് വേസ്റ്റ്, പാഴ്വസ്തുക്കളെ ദഹിപ്പിക്കുന്നു. തേർഡ് വൺ സസ്റ്റെയിൻസ് ലൈഫ്, ജീവൻ നിലനിർത്തുന്നു. മൂന്നാമത്തെ ജീവൻ നിലനിർത്തുന്നു. ഫോർത്ത് വൺ പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ്, സൗന്ദര്യാനുഭൂതി ഒരുക്കുന്നു. അതായത് അപ്പൊ പരിസ്ഥിതിയുടെ ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എത്ര ധർമ്മങ്ങളുണ്ട് എന്നാണ് പറയുന്നത്? 4 ധർമ്മങ്ങൾ. അതിലെ ഫസ്റ്റ് വൺ ആണ് സപ്ലൈസ് റിസോഴ്സസ്, വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. സെക്കൻഡ് വൺ അസിമിലേറ്റ്സ് വേസ്റ്റ്, പാഴ്വസ്തുക്കളെ ദഹിപ്പിക്കുന്നു. തേർഡ് വൺ സസ്റ്റെയിൻസ് ലൈഫ്, ജീവൻ നിലനിർത്തുന്നു. ഫോർത്ത് വൺ പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ്, സൗന്ദര്യാനുഭൂതി ഒരുക്കുന്നു. ഇതിൽ നമുക്ക് ഫസ്റ്റ് വൺ ആയിട്ടുള്ള സപ്ലൈ റിസോഴ്സസിനെ കുറിച്ചിട്ട് ആദ്യം ചർച്ച ചെയ്യാം. വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. മനുഷ്യർ ഉപയോഗിക്കുന്ന എല്ലാ വിഭവങ്ങളും നൽകുന്നത് പരിസ്ഥിതിയാണ്. Resources can be divided into 2. They are renewable resources and non-renewable resources. മനുഷ്യർ ഉപയോഗിക്കുന്ന എല്ലാ വിഭവങ്ങളും പ്രദാനം ചെയ്യുന്നത് പരിസ്ഥിതിയാണ്. വിഭവങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. പുതുക്കാവുന്ന വിഭവങ്ങളെന്നും പുതുക്കാനാവാത്ത വിഭവങ്ങളെന്നും. റിന്യൂവബിൾ റിസോഴ്സസ്, പുതുക്കാനാകുന്ന വിഭവങ്ങൾ. നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, പുതുക്കാനാകാത്ത വിഭവങ്ങൾ. ഇനി ഇതിലെ പുതുക്കാനാകുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. Renewable resources are those that can be renewed. Their supply will not exhausted with use. They can continuously regenerated. For example, water, air, fisheries, plants.
പുതുക്കാവുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ തീരാത്തവ എന്നാണ് അർത്ഥം. ഉപയോഗിച്ചാൽ തീരാത്തവ. വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിഭവങ്ങളെയാണ് പുതുക്കാവുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിഭവങ്ങളെയാണ് പുതുക്കാവുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. അവ ഉപയോഗിക്കും തോറും തീരുന്നില്ല. ഉദാഹരണമായി വായു, വെള്ളം, വെയിൽ, മത്സ്യസമ്പത്ത് തുടങ്ങിയവയെല്ലാം പുതുക്കാവുന്ന വിഭവങ്ങളാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, പുതുക്കാനാകാത്ത വിഭവങ്ങൾ. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആർ ദോസ് ദാറ്റ് cannot be renewed. Non-renewable resources are those that cannot be renewed. Their supply will be exhausted with use. They cannot regenerate. For example, coal, petroleum, minerals, etc. പുതുക്കാനാകാത്ത വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കും തോറും തീരുന്നവ എന്നാണ് അർത്ഥം. ഉപയോഗിക്കും തോറും തീരുന്നവ എന്നാണ് പുതുക്കാനാകാത്ത വിഭവം എന്ന് പറഞ്ഞാൽ. അവ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല. ഉദാഹരണമായി കൽക്കരി, പെട്രോളിയം, ധാതുക്കൾ തുടങ്ങിയ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വിഭവങ്ങളെയാണ് പുതുക്കാനാകാത്ത വിഭവം എന്ന് പറയുന്നത്. അവ ഉപയോഗിക്കും തോറും നശിച്ചുകൊണ്ടേ ഇരിക്കുന്നു, ഉപയോഗിക്കും തോറും ഇല്ലാതാകുന്നു. ഉദാഹരണമായി കൽക്കരി, പെട്രോളിയം, ധാതുക്കൾ തുടങ്ങിയവ. അടുത്തതായി അസിമിലേറ്റ്സ് വേസ്റ്റ്, പാഴ്വസ്തുക്കളെ ദഹിപ്പിക്കുന്നു. പാഴ്വസ്തുക്കളെ ദഹിപ്പിക്കാനുള്ള കഴിവ് പരിസ്ഥിതിക്കുണ്ട്. നാം വലിച്ചെറിയുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ജീർണിച്ച് മണ്ണിലടിഞ്ഞ് വളമായി രൂപാന്തരപ്പെടുത്തുന്നു. അതായത് പരിസ്ഥിതിയുടെ രണ്ടാമത്തെ ധർമ്മമാണ് അസിമിലേറ്റ്സ് വേസ്റ്റ്. പാഴ്വസ്തുക്കളെ ദഹിപ്പിക്കാനുള്ള കഴിവ് പരിസ്ഥിതിക്കുണ്ട്. അടുത്ത ധർമ്മമാണ് സസ്റ്റെയിൻസ് ലൈഫ്, ജീവനെ നിലനിർത്തുന്നു. മനുഷ്യ ജീവനെ താങ്ങുന്നതും നിലനിർത്തുന്നതും ഭൂമി, വനം, സസ്യങ്ങൾ തുടങ്ങിയ ജൈവ സംവിധാനമാണ്. പരിസ്ഥിതി പ്രദാനം ചെയ്യുന്ന ജൈവ വൈവിധ്യമാണ് ജീവിതം സാധ്യമാക്കുന്നത്. പരിസ്ഥിതി പ്രദാനം ചെയ്യുന്ന ജൈവ വൈവിധ്യമാണ് മനുഷ്യ ജീവിതം സാധ്യമാക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് വൺ, പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ്, സൗന്ദര്യാനുഭൂതി ഒരുക്കുന്നു. ആദ്യ അന്തരീക്ഷത്തിൽ നിന്ന് നോക്കിയാൽ ഈ ഭൂമി മനോഹരമായ നീലഗോളമായിട്ടാണ് കാണപ്പെടുന്നത്. മലകൾ, വനങ്ങൾ, നദികൾ, പൂക്കൾ എല്ലാം മനം കവരുന്ന കാഴ്ചകൾ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരിസ്ഥിതിയുടെ രണ്ട് കഴിവുകളെ കുറിച്ചാണ്. ക്യാരിയിങ് കപ്പാസിറ്റി അഥവാ താങ്ങാനുള്ള കഴിവ്, അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി അഥവാ ഉൾക്കൊള്ളാനുള്ള കഴിവ്. എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് നമുക്ക് നോക്കാം. താങ്ങാനുള്ള ശേഷി. ക്യാരിയിങ് കപ്പാസിറ്റി ഈസ് ദി കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെന്റ് ടു ഹാൻഡിൽ ദി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. Carrying capacity is the capacity of the environment to handle utilization of resources. ബാഹ്യമായ ഇടപെടലുകളെ പരിസ്ഥിതിക്ക് താങ്ങാനുള്ള പ്രാപ്തിയാണ് ക്യാരിയിങ് കപ്പാസിറ്റി അഥവാ താങ്ങാനുള്ള ശേഷി എന്ന് പറഞ്ഞാൽ. അടുത്തതായിട്ട് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി അഥവാ ഉൾക്കൊള്ളാനുള്ള ശേഷി എന്താ നോക്കാം. Absorptive capacity is the capacity of the environment to absorb degradation. Absorptive capacity is the capacity of the environment to absorb degradation. ജീർണിക്കുന്നവയെ ഉൾക്കൊള്ളാനുള്ള പരിസ്ഥിതിയുടെ കഴിവിനെയാണ്. ഉൾക്കൊള്ളാനുള്ള കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീർണിക്കുന്നവയെ ഉൾക്കൊള്ളാനുള്ള പരിസ്ഥിതിയുടെ കഴിവാണ്. അപ്പോൾ അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീർണിക്കുന്നവയെ ഉൾക്കൊള്ളാനുള്ള പരിസ്ഥിതിയുടെ ശേഷിയാണ്. താങ്ങാനുള്ള ശേഷിയും അതുപോലെ തന്നെ ഉൾക്കൊള്ളാനുള്ള ശേഷിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പരിസ്ഥിതി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ രണ്ട് ഭീഷണികളാണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം, ഓസോൺ ഡിപ്ലീഷൻ അഥവാ ഓസോൺ ശോഷണവും. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ വാർമിംഗിനെ കുറിച്ചാണ്. എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് നമുക്ക് നോക്കാം. ഗ്ലോബൽ വാർമിംഗ് മീൻസ് ഇൻക്രീസ് ഇൻ ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ.
ഭൗമാന്തരീക്ഷത്തിന്റെ ശരാശരി താപനിലയിലുള്ള വർധനയ്ക്കാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഭൗമാന്തരീക്ഷത്തിന്റെ ശരാശരി താപനിലയിലുള്ള വർധനവിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഹരിതഗൃഹവാതകങ്ങൾ നിരന്തരമായി അന്തരീക്ഷത്തിലേക്ക് വിസർജിക്കുന്നതിന്റെ ഫലമായാണ് അന്തരീക്ഷത്തിന്റെ ചൂട് വർദ്ധിക്കുന്നത്. ചൂടിനെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വാതകങ്ങളാണ് ഹരിതഗൃഹവാതകങ്ങൾ. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ തുടങ്ങിയവ. കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ കുഴിച്ചെടുക്കാൻ കഴിയുന്ന ഇന്ധനങ്ങൾ കത്തിക്കുന്നതും അതുപോലെ തന്നെ ചാണകം പോലെയുള്ള ജൈവ വസ്തുക്കൾ കത്തിക്കുന്നത് മൂലവുമാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നത്. അപ്പോൾ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം കൽക്കരി, പെട്രോളിയം തുടങ്ങിയ കുഴിച്ചെടുക്കുന്ന ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലവും ചാണകം പോലെയുള്ള ജൈവ വസ്തുക്കൾ കത്തിക്കുന്നതിന്റെ ഫലമായാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നത്. ഹരിതഗൃഹവാതകങ്ങളുടെ പ്രധാന പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടിനെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വാതകങ്ങളാണ് ഹരിതഗൃഹവാതകങ്ങൾ. ഉദാഹരണം മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ആഗോളതാപനത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നത്. വനനശീകരണം ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മരങ്ങൾ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡിനെ അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആഗിരണം ചെയ്യാറുണ്ട്. മരങ്ങൾ വെട്ടിമുറിക്കപ്പെട്ടതോടുകൂടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്ന അവസ്ഥ ഇല്ലാതായി. അതിന്റെ ഫലമായി നമ്മുടെ അന്തരീക്ഷത്തിൽ ധാരാളം ചൂട് വർദ്ധിച്ചു. ആഗോളതാപനത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനത്തിന്റെ ഭവിഷ്യത്തുകൾ. അതിലെ ഒന്നാമത്തതാണ് പോസിബിൾ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. പോസിബിൾ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകിയെന്ന് വരും. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകിയെന്ന് വരും. ചൂട് വർദ്ധിക്കുന്നതിന്റെ ഫലമായിട്ട് ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകളെല്ലാം തന്നെ ഉരുകിയെന്ന് വരും. സെക്കൻഡ് വൺ, റൈസിംഗ് ഓഫ് സീ ലെവൽ. റൈസിംഗ് ഓഫ് സീ ലെവൽ. കടലിലെ ജലനിരപ്പ് ഉയർന്നേക്കും. കടലിലെ ജലനിരപ്പ് ഉയർന്നേക്കും. തേർഡ് വൺ, കോസ്റ്റൽ ഫ്ലഡിംഗ്. തീരപ്രദേശങ്ങൾ വെള്ളത്തിലാണ്ടുപോകും. തീരപ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിലടിയിലാകും. തീരപ്രദേശങ്ങളെല്ലാം കടലിലൊക്കെ ജലനിരപ്പ് വർദ്ധിക്കുകയാണ്. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകളൊക്കെ ഉരുകി അതിന്റെ ഫലമായിട്ട് കടലിലൊക്കെ ജലനിരപ്പ് ഉയരും. അതിന്റെ ഫലമായിട്ട് എന്താണ്, തീരപ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യും, വെള്ളത്തിലാണ്ട് പോകും. ഫോർത്ത് വൺ, പോസിബിലിറ്റി ഓഫ് ട്രോപ്പിക്കൽ സ്റ്റോംസ്. അതിഘോരമായിട്ടുള്ള കൊടുങ്കാറ്റുകൾ ഉണ്ടായേക്കും. വളരെ വലിയ കൊടുങ്കാറ്റുകൾ രൂപപ്പെടും. ഫിഫ്ത് വൺ, എക്സ്റ്റിങ്ഷൻ ഓഫ് മെനി സ്പീഷീസ്. പല ജീവജാലങ്ങളും വംശനാശം നേരിടും എന്നാ പറയുന്നത്. പല ജീവജാലങ്ങളും വംശനാശം നേരിടും. അതുപോലെ തന്നെ ശുദ്ധജല വിതരണത്തിന് തടസ്സമുണ്ടായിരിക്കും. ഉഷ്ണകാല രോഗങ്ങൾ വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ആഗോള താപനത്തിന്റെ ഭവിഷ്യത്തുക്കളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ചാണ്. ആഗോള താപനം എന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ 1997 ജപ്പാനിലെ ക്യോട്ടോയിൽ ഒരു സമ്മേളനം ചേരുകയുണ്ടായി. ഈ സമ്മേളനത്തിലെ ചർച്ചയുടെ ഫലമായി ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന കരാറിൽ എത്തിച്ചേർന്നു. ലോകരാജ്യങ്ങൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന കരാറിൽ എത്തിച്ചേർന്നു. വ്യവസായവൽകൃത രാജ്യങ്ങൾ പുറത്തുവിടുന്ന ഹരിതഗൃഹ വാതകങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒന്നായിരുന്നു ഈ പ്രോട്ടോകോൾ. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നാ പറയുന്നത്, വ്യവസായവൽകൃത രാജ്യങ്ങൾ പുറത്തുവിടുന്ന ഹരിതഗൃഹ വാതകങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആയിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരിസ്ഥിതി നേരിടുന്ന രണ്ടാമത്തെ വെല്ലുവിളി അല്ലെങ്കിൽ ഭീഷണിയായിട്ടുള്ള ഓസോൺ ശോഷണത്തെ കുറിച്ചാണ്. ഓസോൺ ശോഷണം അഥവാ ഓസോൺ ഡിപ്ലീഷനെ കുറിച്ചാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 12 നാഴിക അകലെ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് ഓസോൺ പാളി. ഈ ഓസോൺ പാളിയിൽ നിറച്ച് ഓസോൺ വാതകമാണ്. സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുരക്ഷാ കവചമാണ് ഓസോൺ പാളി. മനുഷ്യന്റെ അപരിമിതമായ പരിസ്ഥിതി ചൂഷണം കാരണം ഈ ഓസോൺ പാളി ഇന്ന് നാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓസോൺ പാളിക്ക് നാശം സംഭവിച്ചാൽ എന്തൊക്കെയായിരിക്കും അനന്തരഫലങ്ങൾ? അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് എത്തുകയും അതിന്റെ ഫലമായിട്ട്
ചർമാർബുദം പിടിപെട്ടേക്കും, സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കും, ജലജീവികൾക്ക് നാശം സംഭവിക്കും. അതായത് മനുഷ്യന്റെ അപരിമിതമായിട്ടുള്ള പരിസ്ഥിതി ചൂഷണം കാരണം ഓസോൺ പാളി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസോൺ പാളി ക്ഷയിക്കുന്നതിന്റെ ഫലമായി അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് വരികയും അതിന്റെ ഫലമായി ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യും. ചർമാർബുദം പിടിപെട്ടേക്കും, സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കും, ജലജീവികൾക്ക് നാശം സംഭവിക്കും. എന്താണ് ഈ ഓസോൺ ശോഷണം എന്ന് നമുക്ക് നോക്കാം. ക്ലോറിൻ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ തുടങ്ങിയവ അന്തരീക്ഷത്തിലെത്തുന്നതിന്റെ ഫലമായി ഭൂമിയുടെ സുരക്ഷാ കവചമായി നിലകൊള്ളുന്ന ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളൽ പ്രതിഭാസത്തെയാണ് ഓസോൺ ശോഷണം എന്ന് പറയുന്നത്. എന്താണ് ഓസോൺ ശോഷണം എന്ന് നമുക്ക് നോക്കാം. ക്ലോറിൻ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ തുടങ്ങിയവ അന്തരീക്ഷത്തിലെത്തുന്നതിന്റെ ഫലമായി ഭൂമിയുടെ സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്ന ഓസോണിനുണ്ടാകുന്ന വിള്ളൽ പ്രതിഭാസത്തെയാണ് ഓസോൺ ശോഷണം എന്ന് പറയുന്നത്. ഓസോണിന് ശോഷണം സംഭവിച്ചാൽ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിലേക്ക് എത്തുകയും ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ചാണ്. ഓസോൺ ശോഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതിനെ ഈ പ്രോട്ടോകോൾ നിരോധിക്കുന്നു. ഇപ്പോൾ വ്യാപകമായി എല്ലാവരും CFC അതായത് ക്ലോറോ ഫ്ലൂറോ കാർബണിന് പകരം ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഓസോണിനെ നശിപ്പിക്കില്ല. അതായത് ഓസോൺ പാളിക്ക് നാശം സംഭവിക്കുന്നതായിട്ടുള്ള ക്ലോറോ ഫ്ലൂറോ കാർബണിന് പകരം ഇപ്പോൾ ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് പരിസ്ഥിതിയെ നശിപ്പിക്കുകയില്ല, ഓസോൺ പാളിക്ക് കേടുവരുത്തില്ല, ഹാനി വരുത്തില്ല. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് എൻവയോൺമെന്റ് എന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ് പഠിച്ചു. അതിനുശേഷം ക്യാരിയിങ് കപ്പാസിറ്റിയും അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിയും പറഞ്ഞു. അതിനുശേഷം ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ഓസോൺ ഡിപ്ലീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.